പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഞാനല്ല തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. പാർട്ടി പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാനില്ല. പറയുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല, ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനനുസരിച്ച് അദ്ദേഹം ഒരുമിച്ച് നമ്മളൊന്നൊരു സെഷൻ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെഷൻ ഉണ്ടാക്കി എന്ന് മാത്രം. ഇനി അവർക്ക് ഇപ്പോഴും വേണമെങ്കിലും കോൺഗ്രസിലേക്ക് വരുന്നതിന് യാതൊരു തർക്കവുമില്ല. ഏറ്റവും നല്ല കേഡേഴ്സാണ് അവർ എന്ന് എനിക്കറിയുന്നതാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്, ഒക്കെയാണ്. ആലപ്പുഴയിൽ ഒരു കിഷോർ ബാബു രാജിവെച്ചിട്ടുണ്ട്. അറിയില്ല എനിക്കറിയില്ല അതിനെപ്പറ്റി. പുറത്തേക്ക് വരികയാണെന്ന് മനസ്സിലാകുന്നില്ല. ആരാ വരുന്നതാരെന്ന് മനസ്സിലായില്ലേ? ഞങ്ങളും പറഞ്ഞ ഇത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് ആൾ വരാനുണ്ട്. ആ വരുന്നവരൊക്കെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവരാണ്. അതിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇനിയും വരുന്നവരാരാണെന്ന്. വന്നിടത്തോളം എല്ലാം ഇടതുപക്ഷമാണ്, ഓർക്കണം. ആ വന്നവരിൽ എല്ലാം ഇടതുപക്ഷ, വരാനുള്ളവരും ഇടതുപക്ഷമാണ്. ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതാ. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എത്ര സീരിയസ് അന്വേഷണമാണ് ആ സംഭവത്തിൽ നടന്നതെന്ന് നിങ്ങളേനൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എത്ര കോടി ഉറുപ്പികയുടെ സ്വർണ്ണമാണ്. ആ സ്വർണം, ഇത്രയും സ്വർണം പോയിട്ട് ഒരു നല്ല സീരിയസ് ആയ ഒരു അന്വേഷണം നടത്താൻ ഈ സർക്കാരിന് സാധിച്ചോ? എവിടെയെങ്കിലും നടന്നോ? ഏതെങ്കിലും നടന്നതിന്റെ റിസൾട്ട് ഉണ്ടായോ? എന്തുകൊണ്ടാ? അതിന്റെ പിറകിൽ CPM ഉണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT അന്വേഷണം നടക്കുന്നത് എന്നാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എങ്കിൽ പോലും ഹൈക്കോടതിയിൽ ഉണ്ടല്ലോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന രാഷ്ട്രീയക്കാരില്ലേ? സ്വാഭാവികല്ലേ? അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഞാനല്ല തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. ഒരു തീരുമാനമായിട്ടില്ല. രണ്ടു ദിവസം കൊണ്ടാവും. ഇല്ല, അതെനിക്ക് ഞാൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാനില്ല. പറയുന്നു പ്രതീക്ഷിക്കുന്നു.